ഈശ്വര വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ കോടനാട് അഭയാരണ്യത്തിലാണ്. കുറേ ആനകളും മാനും അതുപോലെ മ്ലാവിൻകൂട്ടത്തിനെ കാണാം. നമ്മുടെ കുട്ടികളായിട്ടൊക്കെ ഒരു ദിവസം അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി വൈബ്. അതായത് കാടിൻ്റെ വൈബ് ആസ്വദിക്കേണ്ടവർക്ക് കാടും, മൃഗങ്ങളെയൊക്കെ കണ്ട് ആസ്വദിക്കേണ്ടവർക്ക് അതും എല്ലാം ഉണ്ട്. ഇതാണ് നമ്മുടെ ചീവീടിൻ്റെയൊക്കെ കരച്ചിലൊക്കെ ഉണ്ട്. ഭയങ്കര ഒരു കാമായിട്ടുള്ളൊരു ഫീല്. നല്ല സൂപ്പർ പ്ലേസാണ്. അപ്പോൾ ഒരു ദിവസം ഒരു വൺ ഡേ ട്രിപ്പൊക്കെ വന്നിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ഈ പെരുമ്പാവൂർ കോടനാടുള്ള അഭയാരണ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല വൈബുണ്ട്. വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ നടന്നങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഒരു ശില വെച്ചിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. ചെറിയ ടീയും സ്നാക്സും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണതിൻ്റെ ഈ ഏരിയ തന്നെയാണ് ആ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ നിർദ്ദേശങ്ങളടങ്ങിയ ഒരുപാട് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിർദ്ദേശങ്ങളൊക്കെ അത്യാവശ്യം പാലിച്ച് തന്നെ പോകണം. കപ്രിക്കാട് മിനി സൂ എന്ന് പറയുന്ന ആ ഏരിയയിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൂടി നടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ശരിക്കും ഒരു കാടിൻ്റെ ഫീലിംഗാണ്. നല്ല അടിപൊളിയായിട്ട് നല്ല തണുത്ത അന്തരീക്ഷം, അതുപോലെ തന്നെ കാട്, ഒരു കൊടും കാട്ടിലൂടെ നമ്മൾ നടന്നാൽ കിട്ടുന്ന ആ ഒരു അനുഭൂതിയാണ് നമുക്കിവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ കാടിൻ്റെ ഇതിലേ കൂടി ഇങ്ങനെ നടക്കാം. ഈ താഴത്തെ ഈ കട്ടയും കൂടി വിരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ശരിക്കും നമുക്കൊരു പക്ക കാട്ടിലൂടെ നടക്കുന്ന ഫീലായിരിക്കും. ഇപ്പോൾ സഞ്ചാരികളൊക്കെ ഒരുപാട് വരുന്നത് കൊണ്ട് തന്നെയാണ് ഈ കട്ടയൊക്കെ വിരിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. സഞ്ചാരികളുടെ സൗകര്യത്തിന് വേണ്ടി എല്ലാം ഒരുക്കിയിട്ടുണ്ട്. നല്ല നീറ്റാണ്, നല്ല പക്കയായിട്ടെല്ലാം മെയിൻ്റെനൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇല്ലിക്കൂട്ടങ്ങൾക്കിടയിലൂടെയൊക്കെ നടന്ന് നമ്മൾ തൊട്ടടുത്തേക്ക് പിള്ളേരായിട്ട് ചെല്ലുമ്പോഴേക്കും കുറേ മ്ലാവുകൾ. നമ്മളെന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മ്ലാവുകളെല്ലാം ഇത് കണ്ട ചെവി ഇങ്ങനെ കൂർപ്പിച്ച് നമ്മളിങ്ങനെ നോക്കി നിൽക്കണതാണ്. ഇതൊക്കെ തൊട്ടടുത്ത് കാണാൻ പറ്റും എന്നുള്ളതാണ്, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ വരുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് ഓരോ സെക്ഷനായിട്ട് ഒരുപാട് മ്ലാവുകൾ ഇവിടെ ശരിക്കും ഈ അഭയാരണ്യത്തിൽ ഇങ്ങനെ കൂട്ടിലിട്ടേക്കണമല്ലോ, കൂട്ടിലല്ല എന്നാലും അതിൻ്റെ ഫ്രീഡമായിട്ട് വിട്ടേക്കണതാണ്. എന്നാലും നമുക്ക് കാണാൻ പറ്റുന്ന പോലെ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ മാനുകളുണ്ട് ഒരുപാട്. നല്ല വലിയ കൊമ്പുള്ള മാനും അതുപോലെ തന്നെ കൊമ്പില്ലാത്ത മാനൊക്കെ ആയിട്ട് ഒരുപാട് മാൻകൂട്ടങ്ങളെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് എല്ലാം റെസ്റ്റ് എടുക്കുന്നതായിരുന്നു. തണൽ നോക്കി എല്ലാം റെസ്റ്റ് എടുക്കുന്ന ടൈമാണ്. എന്നാലും നമുക്ക് അത്യാവശ്യം കുറേ മാനൊക്കെ കാണാൻ പറ്റി. ഇപ്പോൾ പിള്ളേരായിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഇതൊക്കെ കാണിച്ചു കൊടുത്ത് പിള്ളേരെ നമുക്കൊന്ന് സന്തോഷിപ്പിക്കാനും അവർക്ക് ഇതൊക്കെ ഒരു അറിവും കൂടിയാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇത് കഴിഞ്ഞ് നേരെ നടന്ന് ചെല്ലുമ്പോഴേക്കും ആനേനെ ട്രെയിൻ ചെയ്യണതും അതുപോലെ തന്നെ അതിൻ്റെ അവിടെ ആനേനെ നിർത്തി തീറ്റ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത് തന്നെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നതുണ്ട്. ആദ്യം തന്നെ നമ്മൾ കാണിക്കുന്ന ഒരു ആന അവിടെ ശരിക്കും പ്ലാവലയും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതുപോലെ ഒരു 7-8ഓളം ആനകളുണ്ട്. ഓരോന്നിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോ ആനകളുടെ പേരും കാര്യങ്ങളും ഓരോ ആനകൾക്കും പ്രത്യേകം ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിനെയും ഇങ്ങനെ നിരത്തി ഇങ്ങനെ നിർത്തി തീറ്റ കൊടുത്തുകൊണ്ടിരിക്കണമെന്ന് ഞാൻ കണ്ടപ്പോൾ ഒരാളെ മാത്രം മാറ്റി കാട്ടിൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു ചേട്ടനോട് ചോദിച്ചു, ഇതെന്താണ് ചേട്ടാ ഇങ്ങനെ മാറ്റി കാട്ടിൽ കൊണ്ടേ കെട്ടിയേക്കണം, ഇവന് വേറെ കൂടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞാൽ അവൻ മതപ്പാടിലാണ്. അതുകൊണ്ട് അവനെ നിങ്ങളുടെ അടുത്തേക്കും അതുപോലെ തന്നെ മനുഷ്യർ ചെല്ലണ അടുത്തേക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ നല്ലോണം സൂം ചെയ്താണ് ഇത് എടുത്തേക്കണത്. അപ്പോൾ ഇവൻ മതപ്പാടിലായതുകൊണ്ട് തന്നെ ഇവൻ ഒറ്റയ്ക്ക് മാറ്റി കെട്ടിയേക്കണതാണ്. അപ്പോൾ അവൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ നമ്മൾ ക്യാമറ സൂം ചെയ്യുമ്പോൾ ഓരോ കോപ്രായൊക്കെ കാണിച്ച് ആടിക്കൊണ്ടൊക്കെ ഇരിക്കണതാണ്. ഭയങ്കര കലിപ്പായിട്ട് മച്ചാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ. എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ ഓരോരുത്തരും വന്ന് പിള്ളേരൊക്കെ ഇങ്ങനെ ഒച്ചയെടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണ ആൾ. ഇത് നല്ല ഭയങ്കര വലിയൊരു കൊമ്പുള്ള ഒരു ആന ഏറ്റവും അറ്റത്തായിട്ട് ഉണ്ട്. അവനൊക്കെ വളരെ ശാന്തമായ സ്വഭാവമാണ്. അവിടെ നിന്ന് തീറ്റയൊക്കെ തിന്ന് കുട്ടികളൊക്കെ ആനയെന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ അവനൊക്കെ ശ്രദ്ധിച്ച് അവരെയൊക്കെ ഒന്ന് സന്തോഷിപ്പിച്ച് തുമ്പിക്കൈയൊക്കെ ഒന്ന് ആട്ടി കാണിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആനകളും അതുപോലെ തന്നെ കാടിൻ്റെ വൈബൊക്കെ ആസ്വദിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് വരാൻ പറ്റിയൊരു ഗുഡ് സ്പോട്ടാണ് കേട്ടോ ഈ കപ്രിക്കാട്, അതായത് നമ്മുടെ കോടനാട് ആന വളർത്തു കേന്ദ്രം. സംഭവം ഓരോ ആനകളുടെയും പേര് സുനിത, പാർവതി, അങ്ങനെയുള്ള ഓരോ ആനകളുടെ പേരും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ചേട്ടന്മാരുടെ അടുത്തും അതേപോലെ തന്നെ ഇതിനെ പരിപാലിക്കുന്ന ചേച്ചിമാരൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസൊക്കെ കൂടുതൽ പറഞ്ഞുതരും. വളരെ ഫ്രണ്ട്ലി ആണ് എല്ലാവരും. നമ്മുടെ ഈ മതപ്പാടുള്ള ആനയുടെ കാര്യം തന്നെ നമുക്ക് അവരോട് ചോദിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. അവർ നമുക്ക് പറഞ്ഞു തന്നത് ഇതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി കെട്ടിയേക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ നമുക്ക് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ചുറ്റിന് കാടാണ്. ഒരു കാട്ടിൽ നമ്മൾ സഞ്ചരിക്കണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ വനം വകുപ്പ് നമ്മളെ കാട്ടിലൊക്കെ വിടാനായിട്ട് ഒരുപാട്
റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെയുള്ള കോടനാട് ആന വളർത്തു കേന്ദ്രം, അത് നമ്മൾ എറണാകുളം ജില്ലയിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ്, പെട്ടെന്ന് പോയി വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. കുട്ടികളായിട്ടൊക്കെ ഒരു ദിവസം എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് ആസ്വദിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ അതേ ഉണ്ട്, ഈ ആനയുടെ പേര് അഞ്ജന എന്നാണ്. അപ്പോൾ അതേപോലെ ഓരോ ആനയുടെയും കൂടിൻ്റെ ഫ്രണ്ടിലായിട്ട് കിട്ടിയേക്കണ ആനയുടെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാമിലിയായിട്ടൊക്കെ ഒത്തിരി ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളും വന്ന് ഇതൊക്കെ ഒന്ന് കാണട്ടെ.